ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓണം വരിക. തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണ്ടേ? നമ്മുടെ കമ്പനിയിൽ ഇതുവരെ ബോണസിന് വേണ്ടിയുള്ള സമരമൊന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യം തന്നെ ഇപ്പൊ പറയുന്നേ? അതിനുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ലല്ലോ. സമയമാവുമ്പോ തൊഴിലാളികളുമായി ഞങ്ങൾ സംസാരിച്ചോളാം. അവന്തികടുത്തി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്പനി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. കമ്പനിയുടെ MD അച്ഛനാണെങ്കിലും അച്ഛന്റെ സ്ഥാനത്തിരുന്ന കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് നന്ദേട്ടനായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്ദേട്ടന്റെ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കും അത് തീരുമാനിക്കാനുള്ള അർഹതയുണ്ട്. അർഹതയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നന്ദേട്ടനില്ലാത്തപ്പോ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളുണ്ടല്ലോ. അവന്തിക്കടുത്ത് ഇതിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് നിന്നോടാരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ. തലയിരിക്കുമ്പോ വാലാടണ്ട. അഭിപ്രായം പറയാൻ അച്ഛനുണ്ട്. ധനുഷ് അഭിപ്രായം പറഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള അതേ സ്ഥാനം തന്നെയാ എന്റെ ഭർത്താവിന് ഈ വീട്ടിലുള്ളത്. അതിൽ കൂടുതലുമില്ല കുറവുമില്ല. ആ, നന്ദേട്ടന്റെ അധികാരം നന്ദേട്ടന് മാത്രമുള്ളതാ. അത് മറ്റാർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. അതുപോലെ തൽക്കാലം കമ്പനിയുടെ കാര്യങ്ങള് ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചോളാം. ഏട്ടത്തി അതിൽ ഇടപെടണ്ട. അത് അച്ഛൻ പറയട്ടെ. അച്ഛൻ എന്താന്നും മിണ്ടാത്തെ? അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? അല്ല, അത് പിന്നെ കമ്പനിയുടെ പൊതുവായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവന്തിയെ കൂടി ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കറ്റിംഗിന്റെ അക്കൗണ്ട്സിന്റെ മേൽനോട്ടം കൂടി ഇനി അവന്തിയേക്കായിരിക്കും. അതിന്റെ ആവശ്യമില്ല. മാർക്കറ്റിംഗിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് ഇപ്പൊ ധനുഷ. തൽക്കാലം അവിടെ മറ്റൊരാളുടെ ആവശ്യമില്ല. ധനുഷിന്റെ അധികാരത്തിന് മേളിലിരുന്ന് ഭരിക്കാൻ ആർക്കും അധികാരം കൊടുക്കണ്ട. എനിക്കതിൽ എതിർപ്പുണ്ട്. ഞാൻ ഈ കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പറാ. എന്തിനാ നിങ്ങളെല്ലാവരും അവന്തിയെ ഇങ്ങനെ എതിർക്കുന്നത്? അവള് നന്ദന്റെ ഭാര്യയല്ലേ? ഇവള് പറയുന്നതൊക്കെ ബിസിനസിന്റെ നല്ലതിനു വേണ്ടിയാ. അതുകൊണ്ട് തന്നെയാ ഈ തീരുമാനത്തെ ഞാൻ എതിർക്കുന്നത്. ഇതിൽ നന്ദേട്ടനൊരു അഭിപ്രായം കാണുമല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് പറയാൻ നന്ദേട്ടന് കഴിയില്ല. അത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുന്നവരെ ഇത് നടപ്പാക്കാൻ പറ്റില്ല.